കണ്ണൂർ എരഞ്ഞോളിയിലെ ബോംബ് സ്ഫോടനത്തിൽ തുറന്നു പറച്ചിൽ നടത്തിയ യുവതിക്ക് നേർക്ക് CPMന്റെ ഭീഷണി. M. സീനിയുടെ വീട്ടിലെത്തിയാണ് CPM പഞ്ചായത്ത് അംഗങ്ങൾ ഭീഷണിപ്പെടുത്തിയത്. മകളെ നിലയ്ക്ക് നിർത്തണമെന്ന് പറഞ്ഞു മനസ്സിലാക്കിയാൽ നല്ലതെന്നും രക്ഷിതാക്കളോട് CPM നേതാക്കൾ പറഞ്ഞു. പലയിടത്തും ഒറ്റപ്പെടുത്തൽ തുടങ്ങിക്കഴിഞ്ഞുവെന്ന് സീനിയർ റിപ്പോർട്ടറിനോട് പറയുന്നു. രാത്രിയല്ല, വൈകുന്നേരമാണ് വന്നത്. ലേഡീസാണ് വന്നത്. വന്നിട്ട് മെമ്പറടക്കം വന്നിട്ടുണ്ടായിരുന്നു. ഈ പഞ്ചായത്ത് മെമ്പറാണോ വന്നത്? നമ്മുടെ അവിടുത്തെ മെമ്പർ. അമ്മ പറഞ്ഞു മനസ്സിലാക്കാം. അപ്പൊ അമ്മ പറഞ്ഞു അവള് ഞാൻ പറഞ്ഞാൽ അനുസരിക്കില്ല. പറഞ്ഞു മനസ്സിലാക്കുന്നു പറഞ്ഞപ്പോ അമ്മ പറഞ്ഞു അവള് ഞാൻ പറഞ്ഞാൽ കേൾക്കില്ല. അർജുൻ കല്യാടുണ്ട് വിവരങ്ങളുമായി. അർജുൻ, ഇന്നലെ രാത്രി നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ തന്നെ സീന പറഞ്ഞിരുന്നതാണ് ഇനി ഭീഷണി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നത്. പിറ്റേ ദിവസം രാവിലെ തന്നെ സംഭവിച്ചിരിക്കുന്നു. എന്താണ് സീന പറയുന്നത്? സ്മൃതി, അതായത് ഇന്നലെ എരഞ്ഞോളിയിൽ ബോംബ് സ്ഫോടനത്തിൽ മരിച്ചിട്ടുള്ള ഈ വൃദ്ധന്റെ അയൽവാസി സീന ഈ തുറന്നു പറച്ചതിൽ നടത്തിയതിന് പിന്നാലെയാണ് CPMന്റെ പഞ്ചായത്ത് അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഈ സീനയുടെ വീട്ടിലെത്തി ഇത്തരത്തിലൊരു ഭീഷണി മുഴക്കിയിട്ടുള്ളത്. സീനയുടെ രക്ഷിതാക്കൾ, അതായത് അമ്മയോടാണ് ഈ രണ്ട് പഞ്ചായത്ത് അംഗം ഉൾപ്പെടെയുള്ള 2 CPM പ്രവർത്തകർ അവിടത്തേക്ക് എത്തി ഇത്തരത്തിലൊരു ഭീഷണി മുഴക്കിയിട്ടുള്ളത്. മകളെ നിലക്ക് നിർത്തണം, പറഞ്ഞു മനസ്സിലാക്കിയാൽ നല്ലത് എന്ന കാര്യവും എന്ന് പറഞ്ഞാണ് ഇവരെ ഭീഷണിപ്പെടുത്തിയതെന്നാണ് സീന റിപ്പോർട്ടറിനോട് പ്രതികരിച്ചിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലയിടങ്ങളിലായി ഒറ്റപ്പെടൽ അനുഭവിക്കുകയാണ്. നാട്ടിൽ പല സ്ഥലങ്ങളിലായി ഇത്തരത്തിലുള്ള ഒറ്റപ്പെടൽ ഇപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ള കാര്യം കൂടി സീന വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ഇന്നലെ തന്നെ നമ്മുടെ ചർച്ചയിൽ ഉൾപ്പെടെ അതിനു മുൻപ് പ്രതികരണം നടത്തുന്ന ഘട്ടത്തിലെല്ലാം തന്നെ സമാനമായ രീതിയിൽ സീന പറയുന്നുണ്ടായിരുന്നു, ഒരുപക്ഷെ നമുക്ക് നേരെ ഭീഷണികൾ ഉണ്ടായേക്കാം, കുറച്ചുകൂടി കടന്ന് തനിക്കെതിരെ വധശ്രമം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടായേക്കാം. പക്ഷേ ഈ കാര്യം ആരെങ്കിലും ഒന്ന് തുറന്നു പറഞ്ഞില്ലെങ്കിൽ ഇത് വീണ്ടും ആവർത്തിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാകും. അതുകൊണ്ടാണ് താനിത് തുറന്നു പറയുന്നത് എന്ന കാര്യമാണ് സീന പ്രതികരിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റെന്തെങ്കിലും തരത്തിലുള്ള പരാതിയോ കാര്യങ്ങളോ നൽകാൻ വേണ്ടി സീന ഇപ്പോൾ നിലവിൽ ഉദ്ദേശിച്ചിട്ടില്ല. എന്തായാലും തുടർ നടപടികൾ ഇതിന്റെ ഭാഗമായി സ്വീകരിക്കും എന്നുള്ള കാര്യം തന്നെയാണ് സീന വ്യക്തമാക്കുന്നത്. എന്തായാലും വലിയ തോതിൽ ഈ CPMന്റെ കേന്ദ്രത്തിൽ ഈ തുറന്നു പറച്ചിൽ നടത്തിയതിന് പിന്നാലെ പാർട്ടി വലിയ തോതിൽ പ്രതിരോധത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ പഞ്ചായത്ത് അംഗം ഉൾപ്പെടെയുള്ള 2 CPM പ്രവർത്തകർ അവിടത്തേക്ക് എത്തി ഈ സീനയുടെ അമ്മയോട് മകളെ നിലക്ക് നിർത്തണം എന്ന ഒരു പ്രതികരണം നടത്തിയിട്ടുള്ളത്. സ്മൃതി. ശരി, അർജുൻ കല്യാണാണ് വിവരങ്ങൾ നൽകിയിരിക്കുന്നത്. അതുകൂടാതെ ഒറ്റപ്പെടുത്തൽ തുടങ്ങിയിരിക്കുന്നു, അയൽവാസികളടക്കം ഒറ്റപ്പെടുത്തുന്ന സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ള വിവരമാണ് നേരത്തെ സീന അർജുനോട് പങ്കുവച്ചത്. കഴിഞ്ഞ